ആദ്യം തന്നെ പ്രേക്ഷകരോടൊരു ചോദ്യം ചോദിക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് കമന്റ് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, വെറുതെ പോയി ടൈപ്പ് ചെയ്യണമെന്നില്ല. ഈ ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കൊന്നും തന്നെ ഈ ലോകത്ത് ജീവിക്കണ്ടേ? അല്ല, ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരു മൂലയിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടവരാണോ? അവരെ നിത്യരോഗികളാക്കി ഒരു ബെഡിൽ തന്നെ കിടത്തേണ്ടവരാണോ? അല്ല, ഒരിക്കലും അല്ല. അവർക്ക് അവരുടെ ജീവിതമുണ്ട്, അവർക്ക് അവരുടെ ലൈഫുണ്ട്. ഇപ്പൊ ഷാനവാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഷാനവാസ് ഹാർട്ട് സർജറി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ കുറെ ദിവസങ്ങളായിട്ട് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഷാനവാസ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് ലൈവില് കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴും ടാസ്കിലൊന്നും ഷാനവാസ് നല്ലപോലെ പെർഫോം ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ട് ഷാനവാസ് പെർഫോം ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമുക്ക് ബോധ്യമായി ഇങ്ങനെ ഈ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴല്ലോ ശരിക്കും വളരെ വൃത്തികെട്ട രീതിയിൽ പലരും ഇതിനെ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് ഈ ഷോയ്ക്ക് അൺഫിറ്റ് ആണ്, ഇതിലേക്ക് ഷാനവാസ് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ഇങ്ങനെ ഒരു ഷോയിലേക്ക് ഇങ്ങനെയുള്ള ഒരു മത്സരാർത്ഥി വരാൻ പാടില്ല. പലരും പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിൽ പങ്കുചേരാനോ ഒന്നും താല്പര്യമില്ല. പക്ഷെ പലരും പറയുന്നുണ്ട് ഷാനവാസ് അൺഫിറ്റ് ആണ്, അതാണ് ഇതാണ്. ഈ ഹാർട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ അവർക്കൊന്നും തന്നെയാണ് ഈ ലോകത്ത് ജീവിക്കണ്ടേ? അല്ല, ഷാനവാസ് നേരിടുന്ന ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഷാനവാസിന്റെ കുടുംബജീവിതമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പലപ്പോഴായിട്ട് ലൈവിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷാനവാസ് അനീഷിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കടബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്. അപ്പൊ അവിടെ ഇരിക്കുന്ന വേറെ ഏതൊരാളെ പോലെയും ഷാനവാസും അർഹിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം. ഈ 80 ദിവസവും പിടിച്ചു നിന്നിട്ടാണ് ഷാനവാസ് പെട്ടെന്ന് ഇങ്ങനൊരു ഇഷ്യൂ വന്നത്. ഈ 80 ദിവസവും ഇല്ലാതിരുന്ന ഒരു ഇഷ്യൂ ആണ് പെട്ടെന്ന് വന്നത്. അത് നെവിൻ അവിടെ അടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ് കേട്ടോ. 80 ദിവസവും ഷാനവാസിന് ഇല്ലാതിരുന്ന ഒരു ഇഷ്യൂ പെട്ടെന്ന് വന്നത് ഈ ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. നമ്മൾ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഹാർട്ട് രോഗമുള്ളവർ അല്ലെങ്കിൽ ഈ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന് അസുഖമുള്ള ആളുകൾ, അവയവങ്ങൾക്ക് ഇതിപ്പോ അസുഖമുള്ള ആളുകൾക്കും ജീവിക്കാൻ അർഹതയുണ്ട് ഈ ലോകത്ത്. അവരും ജീവിക്കട്ടെ. അവരും എന്താ പറയാ, പൈസ ഇല്ലെങ്കിൽ അവരും ചിലപ്പോ ഇങ്ങനെയുള്ള ഷോസിലേക്കൊക്കെ ഇറങ്ങിപ്പോയി എന്നൊക്കെ വരും. നമുക്കപ്പോ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് വെറുതെ വിമർശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പൈസ മാത്രമല്ല എന്നും പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഭയങ്കരമായ ഫെയിം ഉണ്ട്. അപ്പൊ ഷാനവാസിനെ പോലൊരു വ്യക്തിക്ക് അത് ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും. കരിയറിൽ അത്രയധികം ബൂസ്റ്റ് കിട്ടാനായിട്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഷാനവാസ്. നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിലും അല്ലെങ്കിൽ ഡയറക്റ്റ് വരെ ചെയ്യാനായിട്ടുള്ള അത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ്. 80 ദിവസവും അവിടെ അത്രയും നല്ല രീതിയിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് ഷാനവാസ് നിന്നത്. അത് പലരും മറന്നു പോകുന്നു. ഈ 80 ദിവസവും ഷാനവാസ് അവിടെ നിന്നത് അത്രയും പ്രതിസന്ധികളെയും കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ട് തന്നെയാണ്. പ്രേക്ഷക വിധി ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഷാനവാസ് അവിടെ നിന്നത്. അഗ്രഷൻ കാണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അഗ്രഷൻ കാണിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഈ രോഗത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കാം. BP കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാരണം അഗ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അവരും ജീവിക്കട്ടെ. ഈ ഹൃദ്രോഗമുള്ള ആളുകൾക്കും എന്താണ് ഈ ലോകത്തിന്റെ ജീവിക്കാനുള്ള അവകാശമില്ലേ? അവരെന്താണ് ഒരു ബെഡിൽ ഒരു മൂലയിൽ പോയി കിടക്കണമെന്നാണോ ഡോക്ടർ പറയുന്നത്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും